SSC എല്ലാവർക്കും നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീക്കിലി കറണ്ട് അഫെയർ സെഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ SSC എക്സാം ആയിക്കോട്ടെ, റെയിൽവേ എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർ സെഷൻ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോ കാണുക, നോട്ട്സ് വായിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണ് ഇത് എന്ന് പറയുന്നത്. മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് മാനിച്ചാണ് നമ്മൾ വീക്കിലി കറണ്ട് അഫെയർ സെഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, റെഡി? അപ്പോ നമ്മുടെ ജൂലൈ 13 മുതൽ 17 തീയതി വരെയുള്ള ന്യൂസുകളാണ് ഇന്നത്തെ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ്, മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ ഇൻസ്ക്രൈബ്ഡ് യുനെസ്കോസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അപ്പോ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 44ാമത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. 44ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട്, അതായത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി പാരീസിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സബ്മിറ്റ് ആൻഡ് മെനുവിലെ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾക്ക് കിട്ടും. 47ാമത്തെ സെഷൻ ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് പാരീസിലാണ് നടന്നത്. സോ അവിടെ വെച്ചിട്ടാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യനെ 44ാമത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇതില് ഏകദേശം 12 മെജസ്റ്റിക് ഫോർട്ടുകളാണ് ഉള്ളത്. ഇതിൽ 11 മഹാരാഷ്ട്രയിലും 1 തമിഴ്നാട്ടിലുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ 44ാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിന്റെ പേരാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, 12 മെജസ്റ്റിക് ഫോർട്ടുകളാണുള്ളത്. അതിൽ 11 മഹാരാഷ്ട്രയിലും 1 തമിഴ്നാട്ടിലുമാണ്. നെക്സ്റ്റ്, വെട്രിയൻ തെലുഗു ആക്ടർ കൊട്ട ശ്രീനിവാസ റാവു പാസസ് എവേ അറ്റ് 83. അപ്പോൾ ഈ ഒരു ഒബിച്വറിയിൽ നമ്മൾ നോക്കേണ്ടത് പത്മ അവാർഡാണ്. 2015 ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വിജയവാഡയിൽ നിന്നുമുള്ള ഫോമർ BJP MLA ആണ് ഇദ്ദേഹം. അപ്പോ കോട്ട ശ്രീനിവാസ റാവു 2015 ഇദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ആണ് UN പോപ്പുലേഷൻ അവാർഡ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി വർക്ക്. വർഷ ദേശ്പാണ്ഡെക്കാണ് 2025 UN പോപ്പുലേഷൻ അവാർഡ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി വർക്കിന് വേണ്ടി UN പോപ്പുലേഷൻ അവാർഡ് വർഷ ദേശ്പാണ്ഡെക്കാണ് ലഭിച്ചത് എന്നുള്ള കാര്യം നോക്കുക. അപ്പോ വർഷ ദേശ്പാണ്ഡെ വിൻസ് 2025 UN പോപ്പുലേഷൻ അവാർഡ്. അപ്പോ ക്ഷത്ര ബേസ്ഡ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള വർഷ ദേശ്പാണ്ഡെ ഗേൾ ചൈൽഡ് സേവിങ്ങിലാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ സെക്സ് സെലക്റ്റീവ് ആയിട്ടുള്ള അബോർഷൻ, നമ്മുടെ യൂട്രസിൽ ഇരിക്കുന്നത്, ഗർഭാവസ്ഥയിൽ ഇരിക്കുന്നത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ അതിനെ കില്ല് ചെയ്യുന്ന ഒരു ഇതാണ് സെക്സ് സെലക്റ്റീവ് അബോർഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ സെക്സ് സെലക്റ്റീവ് അബോർഷൻ തടയുന്നതിനും പെൺകുട്ടികളെ സേവ് ചെയ്യുന്നതിനുമായിട്ടാണ് വർഷ ദേശ്പാണ്ഡെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവർക്കാണ് എന്ത് ലഭിച്ചത്? 2025 UN പോപ്പുലേഷൻ അവാർഡ് വർഷ ദേശ്പാണ്ഡെക്കാണ് ലഭിച്ചത് എന്നുള്ള കാര്യം ആലോചിക്കുക. സോ ഇവിടെ നമ്മൾ ഈ ഒരു അവാർഡിനെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും UN പോപ്പുലേഷൻ അവാർഡ് പ്രസന്റ് ചെയ്യാറുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഇതിന്റെ സൊല്യൂഷനുകൾക്ക് ഒക്കെ പ്രവർത്തിക്കുന്ന ഇൻഡിവിജ്വൽസിനോ ഓർഗനൈസേഷനോ ആണ് UN പോപ്പുലേഷൻ അവാർഡ് കൊടുക്കാറ്. UN ജനറൽ അസംബ്ലി, അല്ലെ? This award is established by General Assembly in 1981. 1983 ഈ അവാർഡ് ആദ്യമായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 1983 ഈ അവാർഡ് കൊടുത്ത് തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, നമ്മുടെ NTPC CBT 2 ബാച്ച് ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്. CBT 1 നിങ്ങൾ എല്ലാവരും അടിപൊളിയായി എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ CBT 2 പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജൂലൈ 7 മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 2500 രൂപ മാത്രമാണ് ബാച്ച് ഫീ എന്ന് പറയുന്നത്. സോ റെയിൽവേയിലെ NTPC എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കണമെങ്കിൽ CBT 2 എക്സാമിന് നിങ്ങളെ ക്വാളിഫൈ ചെയ്യാനായി ജോയിൻ ചെയ്യുക RRB NTPC CBT 2 ബാച്ചിലേക്ക്. ഇനി NTPC CBT 1 ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു, അല്ലെ? NTPC CBT 1 ഇപ്പോൾ ഓൾറെഡി അവസാനിച്ചിട്ടുണ്ട്.
ഇനി 2026 RRB NTPC ഇനി 2026 CBT 1 വരാൻ പോകുന്നത് അല്ലെ. സോ അതിലേക്കുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ തുടങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെ. കാരണം കൃത്യം 1 ഇയർ നമ്മൾ നന്നായിരുന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കൃത്യമായൊരു ബേസ് ഉണ്ടാക്കുകയും അതിന്റെ മുകളിൽ ഫൗണ്ടേഷൻ ഒക്കെ ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം നമുക്കുണ്ട്. സോ 2026 NTPCക്കായി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതിനായി RRB NTPC റെഗുലർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 23 നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3999 ആണ് ബാച്ച് ഫീ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലി നേടാനായി ജോയിൻ ചെയ്യുക നമ്മുടെ RRB NTPC റെഗുലർ ബാച്ച് 1.0 റെഡി ആണല്ലോ. ഇനി CA റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും നിങ്ങൾക്ക് എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്നാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ പേര്. ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് നമ്മുടെ എന്താ പറയാ ടെലിഗ്രാമില് നമ്മുടെ പോൾസ്, ക്യൂസസ്, അതുകൂടാതെ തന്നെ നമ്മുടെ യൂട്യൂബ് സെഷന്റെ നോട്ടുകൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻസ് ഒക്കെയും ലഭിക്കുന്നതാണ്. അപ്പൊ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഉത്തരാഖണ്ഡ് ടു സെറ്റ് എ ന്യൂ റെക്കോർഡ് പ്ലാന്റിംഗ് ഓഫ് 5 lakh സാംപ്ലിംഗ്സ് ടു മേക്ക് ദി ഹരേല ഫെസ്റ്റിവൽ. അപ്പൊ ഹരേല ഫെസ്റ്റിവൽ നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിലുള്ള കുമോൺ റീജിയണിൽ പോപ്പുലർ ആയിട്ടുള്ള, ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഹരേല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ചൈത്ര നവരാത്രി, ശാരദ് നവരാത്രി ആൻഡ് ശ്രാവൺ ഹരേല ഇൻ ദി റെയിനി സീസൺ. അപ്പൊ എല്ലാ വർഷവും 3 പ്രാവശ്യം നമ്മളിപ്പോ പറഞ്ഞ പോലെ ചൈത്ര നവരാത്രി, ശാരദ് നവരാത്രി ആൻഡ് ശ്രാവൺ ഹരേല എന്ന് പറയുന്നത് ജൂലൈ മാസത്തിലാണ് വരുന്നത്. എല്ലാ പ്രാവശ്യവും ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രാവശ്യമാണ് ഈ ഹരേല ഫെസ്റ്റിവൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ലൈക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടൊരു ഫെസ്റ്റിവൽ ആണ് ഹരേല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു പ്രോസ്പെരിറ്റിനെയും സമ്പന്നതയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് ഹരേല ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതായത് വിത്ത് പാകുന്നു, വിളവെടുക്കുന്നു, അതിനുശേഷം വിളവെടുപ്പ് ഉത്സവം, ഇതൊക്കെയാണ് ഹരേല ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഹരേല ഫെസ്റ്റിവലിൽ ഉത്തരാഖണ്ഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം 5 ലക്ഷത്തോളം സാമ്പിളിങ്സ് ആണ് 16th ജൂലൈ ഹരേല ഫെസ്റ്റിവലിൽ ഉത്തരാഖണ്ഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നോക്കുക. നെക്സ്റ്റ്, കേരളാസ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ, അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റേഷൻ ആയിട്ട് നമ്മുടെ അർത്തുങ്കൽ സ്റ്റേഷൻ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ ആർമി ലോഞ്ചസ് ഓപ്പറേഷൻ ശിവ 2025. അമർനാഥ് യാത്ര സെക്യൂരിറ്റി, അതായത് നമ്മുടെ പാക് ഒക്കുപ്പൈഡ് ആയിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം threat from Pakistan backed terror outfits in Kashmir. അപ്പൊ പാകിസ്ഥാൻ ബാക്ക് ചെയ്തിട്ടുള്ള കാശ്മീരിൽ നിന്നുമുള്ള ടെററിസ്റ്റ് അറ്റാക്കുകൾ ഓവർകം ചെയ്യുന്നതിനാണ് ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ ശിവ എന്ന് പറയുന്ന ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് വാർഫെയർ ഓപ്പറേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആനുവൽ സെക്യൂരിറ്റി ഓപ്പറേഷൻ ലീഡ് ബൈ ഇന്ത്യൻ ആർമി. അതായത് സേഫ്, സെക്യൂർ ആൻഡ് സ്മൂത്ത് കണ്ടക്ട് ഓഫ് അമർനാഥ് യാത്ര. ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള അമർനാഥ് യാത്ര സ്മൂത്ത് ആൻഡ് സെക്യൂർ ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആനുവലി കണ്ടക്ട് ചെയ്യുന്ന ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ശിവ എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമിയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സിവിൽ അഡ്മിനിസ്ട്രേഷൻ, CAPF, അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് ടീമിന്റെ കോർഡിനേഷനോട് കൂടിയാണ് ഇന്ത്യൻ ആർമി ഓപ്പറേഷൻ ശിവ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഇഗാസ് സ്വൈറ്റക്കിന് ആദ്യമായി അവർക്ക് വിംബിൾഡൺ ടൈറ്റിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. വേൾഡ്സ് നമ്പർ 1 പ്ലെയർ ഇഗാസ് സ്വൈറ്റക്കിന് ഇത് ലഭിച്ചിട്ടുണ്ട്. വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് 2024 വുമൺ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്നത് ഇഗാസ് സ്വൈറ്റക് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. റെഡി ആണല്ലോ. ഇനി മെൻസ് കാറ്റഗറിയിലേക്ക് വരുന്നപ്പോൾ വിംബിൾഡൺ 2025 മെൻസ് സിംഗിൾസ് ഫൈനലിൽ ജെനിക് സിന്നർ ആണ് വിന്നർ എന്ന് പറയുന്നത്. ജെനിക് സിന്നർ കാർലസ് അൽക്കാരസിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, വേൾഡ്സ് നമ്പർ 1 ജെനിക് സിന്നർ become first Italian to win the single title at Wimbledon after defeating 2-time defending champion Carlos Alcaraz. Okay, അപ്പോ
കാർലോസ് അൽക്കാരസിന്റെ 4ാമത്തെ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ, 2025 വിംബിൾഡൺ ആണ് കാർലോസ് അൽക്കാരസ് നേടിയിരിക്കുന്നത്. റെഡിയാണല്ലോ. ഇഗ സ്വൈടെക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6th ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ ആയിരുന്നു ഇപ്പോൾ നേടിയിട്ടുണ്ടായിരുന്നത്. സോ വേൾഡ് നമ്പർ 4 ഇഗ സ്വൈടെക്കിനാണ്. വിംബിൾഡൺ 2025 വുമൺ സിംഗിൾസ് വിന്നർ ഇഗ സ്വൈടെക്കും, മെൻ സിംഗിൾസ് വിംബിൾഡൺ 2024 മെൻ സിംഗിൾ ജെനിക് സിന്നറുമാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആണ് പുതിയ ഗവർണേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പുതിയ ഗവർണർ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് ദ്രൗപദി മുർമു, നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഹരിയാന ആൻഡ് ഗോവയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹരിയാന, ഗോവ ആൻഡ് ലഡാക്കിൽ പുതിയ ഗവർണേഴ്സിനെയും ലഫ്റ്റനന്റ് ഗവർണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഫസർ അശീം കുമാർ ഘോഷ് ആണ് ഹരിയാനയിലെ പുതിയ ഗവർണർ എന്ന് പറയുന്നത്. ഗോവയുടെ പുതിയ ഗവർണർ വരുന്നത് പുസപതി അശോക് ഗജപതി ആണ് പുതിയ ഗോവയുടെ ഗവർണർ വരുന്നത്. കവീന്ദ്ര ഗുപ്തയാണ് ലഡാക്കിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവരുടെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നമ്മുടെ IPS ഓഫീസർ, നമ്മുടെ ഫസ്റ്റ് വുമൺ RPFന്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഫസ്റ്റ് വുമൺ ഹെഡ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആരാണ്? IPS സൊനാലി മിശ്ര. സീനിയർ IPS ഓഫീസർ ആയിട്ടുള്ള സൊനാലി മിശ്രയാണ് RPFന്റെ ഫസ്റ്റ് വുമൺ ഡയറക്ടർ ജനറൽ ഓഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഫസ്റ്റ് വുമൺ ഡയറക്ടർ ജനറൽ ഓഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് സൊനാലി മിശ്രയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. 1993 ബാച്ച് IPS ഓഫീസർ ആണ്. 1993 ബാച്ച് ഇന്ത്യൻ പോലീസ് സർവീസ് ആണ് ആരെന്ന് പറയുന്നത്? സൊനാലി മിശ്ര എന്ന് പറയുന്നത്. സോ ഇവര് ഒക്ടോബർ 31, 2026 ഇവർ റിട്ടയർ ആവുന്നത്. അതുവരെയാണ് ഈ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വുമൺ ഡയറക്ടർ ജനറൽ ഓഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ആരാണ്? സൊനാലി മിശ്ര. ജൂലൈ 31 ഇവർ എന്ത് ചെയ്യുന്നത്? സ്ഥാനമേൽക്കുന്നത്. ഇപ്പോഴത്തെ RPFന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് മനോജ് യാദവയാണ്. അവര് ജൂലൈ 31 റിട്ടയർ ആയതിനു ശേഷമാണ് സൊനാലി മിശ്ര ചാർജ് എടുക്കുന്നത്. ഒക്ടോബർ 31, 2026. ഇനി അഭിജിത് ഷേത്ത്, ന്യൂ NMC ചീഫ്, അതായത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചീഫാണ് ഡോക്ടർ അഭിജിത് ഷേത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ സയൻസിന്റെ പ്രസിഡന്റ് ആണ് ഡോക്ടർ ഷേത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് 2019 ഭാഗമായി വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതിന്റെ ന്യൂ ചീഫ് ആയിട്ടാണ് ഡോക്ടർ അഭിജിത് ഷേത്ത് അപ്പോയിന്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അഗെയിൻ ഒരു ഒബിച്വറി ആണ്. വെറ്ററിയൻ ആക്ടർ ബി സരോജ ദേവി അഭിനയ സരസ്വതി എന്നറിയപ്പെടുന്നത് ആര് എന്ന് നിങ്ങളടുത്ത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അഭിനയ സരസ്വതി എന്നറിയപ്പെടുന്നത് ആക്ടർ ബി സരോജ ദേവിയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. 1955 മഹാകവി കാളിദാസ എന്ന് പറയുന്ന കന്നഡ ഫിലിം വഴിയാണ് ബി സരോജ ദേവി സിനിമയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവര് കന്നഡ, തമിഴ്, തെലുഗു, ഹിന്ദി അങ്ങനെയുള്ള കുറേ അധികം സിനിമകൾ, 200ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. കൂടാതെ 1969 പത്മശ്രീയും 1992 പത്മഭൂഷണും ലഭിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവരെ അഭിനയ സരസ്വതി ബി സരോജ ദേവി, 1969 പത്മശ്രീ, 1992 പത്മഭൂഷൺ ഓർത്തു വെക്കുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് 2008 ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും കൂടിയും ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ബീഹാർ മാൻഡേറ്റ്സ് ഡൊമിസൈൽ ഫോർ 35% വുമൺ ഇൻ ജോബ് കോട്ട. അതായത് ബീഹാറിന്റെ പരിസരത്ത് ജീവിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്?
35% റിസർവേഷൻ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് ജോബ്സിൽ 2016. ഇത് ബീഹാറിന് പുറത്തുള്ള സ്ത്രീകൾക്കും അവൈലബിൾ ആയിരുന്നു 2016 വന്നിട്ടുള്ള ലോ പ്രകാരം. പക്ഷെ ഇപ്പൊ എന്തുണ്ട്, women from other state applying for Bihar government jobs will be treated as the general category candidate. ഇനി മുതൽ വേറെ സ്റ്റേറ്റിൽ നിന്നും ബീഹാറിൽ ഗവൺമെന്റ് ജോലി അപ്ലൈ ചെയ്യുന്ന സ്ത്രീകളെ ജനറൽ കാറ്റഗറിയിൽ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. പക്ഷെ ബീഹാറിന്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് 35% റിസർവേഷൻ ഇനി മുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പുതിയൊരു ബട്ടർഫ്ലൈ സ്പീഷീസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോഗ്രാഫീത്തസ് മാത്യുവി എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സിൽ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയൊരു ബട്ടർഫ്ലൈ സ്പീഷീസ് ആണ്. നെക്സ്റ്റ്, ഗിഫ്റ്റ് സിറ്റി ഗാന്ധിനഗറിന്റെ പുതിയ MDN CEO ആയിട്ട് സഞ്ജയ് കൗൾ ആണ് ഗിഫ്റ്റ് സിറ്റി ഗുജറാത്തിന്റെ MDN CEO ആയിട്ട് അപ്പോയിന്റ് ആയിരിക്കുന്നത്. ഒരു 3 year പീരീഡിലേക്കാണ് ഇദ്ദേഹത്തിന്റെ MDN CEO അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സദേൺ റീജിയന് പുതിയ വുമൺ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിനെ ലഭിച്ചിട്ടുണ്ട്. മീനാക്ഷി ഗണേശൻ ആണ് ഇതെന്ന് പറയുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സദേൺ റീജിയനിന്റെ വുമൺ ഡെപ്യൂട്ടി ജനറൽ എന്ന് പറയുന്നത് ആരാണ്? മീനാക്ഷി ഗണേശൻ. റെഡി? ഇനി യൂണിയൻ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി ഇനോഗ്രേറ്റ്സ് ഇന്ത്യ സെക്കൻഡ് ലോങ്സ്റ്റ് കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജ് ഇൻ കർണാടക. കർണാടകയിലെ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിയൻ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. യൂണിയൻ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി ഇനോഗ്രേറ്റഡ് ഇന്ത്യ സെക്കൻഡ് ലോങ്സ്റ്റ് സ്റ്റേറ്റ് ബ്രിഡ്ജ്. എവിടെയാണ്? സിഗന്ദൂർ ബ്രിഡ്ജ് ഇൻ കർണാടക. ഓക്കെ, അപ്പൊ കൺസ്ട്രക്റ്റഡ് അക്രോസ് ശരവതി റിവർ, അതായത് ശരവതി റിവറിന്റെ അക്രോസ് ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഷിമോഗ ഡിസ്ട്രിക്ട്, കർണാടകയിലുള്ള ഷിമോഗ ഡിസ്ട്രിക്റ്റിൽ 16 മീറ്റർ, ഏകദേശം 2.44 കിലോമീറ്റർ ലോങ് ആയി 16 മീറ്റർ വൈഡ് ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അതായത് സാഗര ടൗണിൽ നിന്നും സിഗന്ദൂറിലേക്കുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതിനാണ് ഈ ഒരു സാഗര ടൗൺ ടു സിഗന്ദൂർ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതിനാണ് ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സുദർശൻ സേതു ആണ്, അതായത് ഇന്ത്യയിലെ ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് സുദർശൻ സേതു ആയിരുന്നു. ഗൾഫ് ഓഫ് കച്ചിലുള്ള സുദർശൻ സേതു. ഓക്കെ, Yakten village in Pakayong district, Sikkim become India's first digital nomad village. Digital nomad village ആയിട്ട് ഒഫീഷ്യലി സെലക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സിക്കിമിലുള്ള യക്തേൻ വില്ലേജ്. ഇനി പൊട്ടറ്റോസ് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് പൊട്ടറ്റോയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രൂയിസ് ഭാരത് മിഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ഏത് സ്റ്റേറ്റ് ആണ് മാറിയിരിക്കുന്നത്? ഗുജറാത്ത് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഗുജറാത്ത് ആണ്. ഓക്കെ, അപ്പൊ ക്രൂയിസ് ഭാരത് മിഷനിൽ വന്നിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്, അതായത് എന്തിനാണ് ക്രൂയിസ് ഭാരത് മിഷൻ എന്ന് പറയുന്നത്? കോസ്റ്റൽ ടൂറിസം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ക്രൂയിസ് ഭാരത് മിഷനിൽ വന്നിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത് ആണ്. ക്രൂയിസ് ഭാരത് മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് മിനിസ്റ്റർ ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ശ്രീ സർവാനന്ദ സോനോവാൾ ആണ്. അതായത് ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഷിപ്പ് ടൂറിസം, ഗ്ലോബൽ ക്രൂയിസ് ഹബ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെക്കേഡിൽ ക്രൂയിസ് ടൂറിസം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ക്രൂയിസ് ഭാരത് മിഷന്റെ എയിം എന്ന് പറയുന്നത്. സോ ഗുജറാത്ത് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ്, ലഡാക്കിൽ നിന്നുമുള്ള ഇന്ത്യയുടെ ഫസ്റ്റ് ഹൈഡ്രജൻ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഏകദേശം 350 ടൺസ് ഓഫ് കാർബൺ എമിഷൻ ആണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. റെഡി? കോമൺവെൽത്ത് ബില്ലിയാർഡ് ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, ഇന്ത്യക്ക് 5 മെഡൽസ് ആണ് കോമൺവെൽത്ത് ബില്ലിയാർഡ് ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ചിരിക്കുന്നത്. മൗറീഷ്യസിലാണ് ഇനാഗ്രൽ എഡിഷൻ ഓഫ് കോമൺവെൽത്ത് ബില്ലിയാർഡ് ചാമ്പ്യൻഷിപ്പ് നടന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ഇന്ത്യക്ക് 5 മെഡൽ ആണ്. വിദ്യാ പിള്ളയ്ക്ക് ഗോൾഡ് മെഡൽ, ശിവം അറോറ സിൽവർ മെഡൽ ആൻഡ് ചൈത്ര
ചൈത്ര എന്ന് പറയുന്ന പ്ലെയറിന് സിൽവർ മെഡൽ ഉണ്ട്. കീർത്തന പാണ്ഡ്യൻ, അനുപമ രാമചന്ദ്രൻ എന്നിവർക്ക് ബ്രോൺസ് മെഡലുമാണ്. അങ്ങനെ ടോട്ടൽ 5 മെഡലാണ്. ബില്യാർഡ് കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പ് നടന്നത് മൗറീഷ്യസിലാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പൊ പുനീത് കുമാർ ഗോയൽ ആണ് മണിപ്പൂരിന്റെ പുതിയ ന്യൂ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. മണിപ്പൂരിന്റെ ന്യൂ ചീഫ് സെക്രട്ടറി ആണ് പുനീത് കുമാറിനെയാണ് മണിപ്പൂരിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്തത് വരുന്നത് പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന. പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ബജറ്റിൽ വന്നിട്ടുള്ള സ്കീമാണ് പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്നത് അല്ലെ. അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വളരെ കുറവുള്ള, മോഡറേറ്റ് ക്രോപ്പ് ഇന്റൻസിറ്റി ഉള്ള, ബിലോ ആവറേജ് ക്രെഡിറ്റ് ആക്സസ് ഉള്ള 100ഓളം ഡിസ്ട്രിക്റ്റുകളെ സെലക്ട് ചെയ്യുകയും അവിടെ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരിക, ഡിഫറെന്റ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് കൊണ്ടുവരിക, അവിടെയുള്ള കർഷകർക്ക് ഡിഫറെന്റ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് പരിചയപ്പെടുത്തുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജനയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടി 24,000 കോടി രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. സോ അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നോക്കുക കേട്ടോ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഇൻ കൊളാബറേഷൻ വിത്ത് നബാർഡ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ആണ് ഈ ഒരു സ്കീം പുറത്ത് കൊണ്ടുവരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ്, ബേദിൻ കലാം ഫെസ്റ്റിവൽ മേഘാലയയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ ആണ്. പ്നാർ കമ്മ്യൂണിറ്റി, മേഘാലയയിലെ പ്നാർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ബേദിൻ കലാം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ ആ ഫെസ്റ്റിവലിന്റെ പേരും അതെവിടെയാണ് നടക്കുന്നതെന്നും കൂടിയും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. റെഡി? അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മുടെ വീക്കിലി കറണ്ട് അഫയർ സെഷനിൽ ഇപ്രാവശ്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബാച്ചിന്റെ കാര്യവും ടെലിഗ്രാം ഗ്രൂപ്പിന്റെ കാര്യവും മറക്കാതിരിക്കുക, ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ, സീ യു.